പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കൃപ ഒരു അരുവി പോലെയാണ്. ഒരു അരുവിയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ ഒഴുകുന്ന വെള്ളത്തിന് ഒരിക്കലും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി വ്യാപിക്കുവാൻ സാധിക്കുകയില്ല. വെള്ളം എപ്പോഴും ഒഴുകിയിറങ്ങുന്നത് താഴ്ന്ന നിലങ്ങളിലേക്കാണ്. എത്രയേറെ താഴുന്നുവോ അത്രയേറെ ജലം ആ താഴ്ന്ന ഇടങ്ങളിലേക്ക് ഒഴുകി നിറയുന്നു. നമ്മളിലും എളിമ എന്ന പുണ്യം വളരുവാൻ ഈശോ ഇന്ന് നമുക്ക് തരുന്ന വചനഭാഗം ആണിത്. എത്രമാത്രം ഉയർന്നാലും അതിലേറെ എളിമപ്പെടുവാനുള്ള ആഹ്വാനമാണ് ഈശോ നമുക്ക് തരിക. എളിമയുള്ള ജീവിതങ്ങളിലാണ് കർത്താവിൻ്റെ കൃപ വളരുന്നതും ഫലം ചൂടുന്നതും. എളിമപ്പെടുവാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മളിൽ തന്നെ കെട്ടിപ്പൊക്കിയ വെറുപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും ക്ഷമയില്ലാത്ത അവസ്ഥകളുടെയും കോട്ടകളെ സ്വയം തകർത്തുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ ഈശോ നമ്മളെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലും കർത്താവിൻ്റെ അനന്തമായ കൃപ ഒഴുകിയിറങ്ങട്ടെ. താഴ്ന്ന നിലം പോലെ നമ്മളും വിനയത്തിലും എളിമയിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഇടയാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.